സർദാർ വല്ലഭായ് പട്ടേൽ. ഇതാണ് സ്ഥലം. ഞാൻ കാര്യം തരാം. നീ പറയുന്ന രാഷ്ട്രീയക്കാരൻ ശരി ശരി എല്ലാം പിടിച്ചോ. ഫോട്ടോ എടുക്കണം. നിങ്ങൾ കഴിച്ചായിട്ടോ സ്ഥലം പറഞ്ഞതല്ലേ ഈ ഒറ്റ ഇപ്പൊ സീൻ ക്ലിയർ ആയോ? ചുമ്മാ ഗാന്ധിനഗർ കോളനിയിലേക്ക് തിരിയുന്നതിന് തൊട്ട് മുമ്പുള്ള റോഡിൽ വെച്ച് കുറച്ച് ദിവസം മുമ്പ് ജില്ലയിലെ കാറ് സ്കൂട്ടർ വെച്ചു. എന്നിട്ട് ജില്ലയിൽ കാണുന്ന ഒരു അമ്മയും ഡോക്ടറും ഓർക്കുന്നുണ്ട്. നീ എന്താ ജില്ലയിൽ എന്താ ഒരു സാമാന്യ മര്യാദയില്ല. കാർ നിർത്തി അവർക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കണ്ടേ? ഒരു മതവും ഡോക്ടറും അല്ലേ? അപ്പൊ വെറും സാധാ ഡ്രൈവറല്ല, ഈ കളികളൊക്കെ വശപ്പെടുത്തിയവനാണ്. നിന്റെ കാറ് തട്ടി വീണത് ആരാണെന്ന് നിനക്കറിയാം. കൈവിടെ അറിയാമോ? അറിയില്ലെന്നോ? കൈവിടെ അറിയാം നിനക്കറിയാം. ഓ ക്യാമറ റെഡിയല്ലേ? റെഡിയാ. ഓക്കെ ക്യാമറ ആക്ഷൻ. നിന്നെ കണ്ടപ്പോ, നിന്റെ ഫേസ് കണ്ടപ്പോ വെറുതെ ഒരു ഇൻഡ്യൂഷൻ തോന്നില്ല. അഡ്വക്കേറ്റ് ടി വി നിനക്കറിയാം. എന്ന് വെച്ചാൽ നിന്നെ പിടിച്ച് കുറെ ഇടിയിടിച്ച നിനക്ക് പറയാൻ എന്റെ മേൽക്കൊക്കെ പൈവറും വെറുതെ തടിമടക്കണ്ട. അപ്പൊ നീ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നിനക്ക് പുറകിൽ ആളുണ്ട്. അഡ്വക്കേറ്റ് ദീപയെ സ്കൂട്ടറിൽ പോകുമ്പോൾ തട്ടി വീഴ്ത്താൻ അതിന്റെ ഒരു തീരുമാനം ഉണ്ടായിരുന്നുവെന്ന് നിന്റെ പോന്ന കണ്ടാൽ ഇപ്പൊ എനിക്ക് ഊഹിക്കാം. അതിന്റെ സ്വന്തം ഐഡിയയ്ക്കാണെങ്കിൽ നീ പറയണം, നിന്നെ ഇരിക്കാൻ. അതല്ല പുറകെ വേറെ കൈകൾ കഥകൾ അങ്ങനെ വല്ലതുകൊണ്ട് നിനക്ക് പറയാം. തീർച്ചയായും പോകുന്നതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. അത് ശരി. അപ്പൊ ഈ ഐറ്റോട്ട് അറിയാവുന്ന ആളാണല്ലേ? എന്താണ് കൊട്ടേഷൻ? കൊല്ലാനായിരുന്നു. ചുമ്മാ തട്ടി വിളിക്കാൻ അതിന് കൊണ്ടുപോയതുപോലെ പോലീസും വക്കീലായിട്ട് കൊച്ചു മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു വസ്തുവില്ല. നമ്മളെക്കാൾ നന്നായിട്ട് കളി അറിയാവുന്നവരാണ്. അതുകൊണ്ട് കുട്ടിയുടെ അസുഖം മാറിയിട്ടും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് അറിയിക്കുന്നു. ഹോസ്പിറ്റലുകളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ നമുക്ക് സ്കൂളിന്റെ പേരെങ്കിലും പറഞ്ഞ് മൂടാൻ പറ്റും. ഓക്കെയല്ലേ? വക്കീൽ മാത്രമൊന്നും എന്റെ കൂടെ വക്കീൽ ഇവിടെ വെച്ച് പറയാനുള്ള
ഈ ടാബിലൊരു വീഡിയോ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇയർഫോൺ വെച്ച് കണ്ടാൽ മാത്രം സ്വന്തക്കാരൻ വക്കീലെന്ന് പറഞ്ഞാൽ നേരത്തെ വക്കീലിനോട് കഴിവ് വർഷം ചെലുത്തിയാൽ വക്കീലിനല്ല, എന്റെ എക്സിന് എക്സ് ഹസ്ബൻഡ് മീയുടെ സ്വന്തം കുഞ്ഞിനെ ഇതാണ് ഞാൻ നോക്കിയ കാര്യം. ഈ വീഡിയോ മാത്രം പോരാ, ഇയാളെ കൊണ്ട് കോടതിയിൽ സാക്ഷി പറയില്ല. പിന്നെ രാജീവിന് എന്റെ നിഴലിലേക്ക് പോലും വരാൻ പറ്റില്ല. എന്റെ മോളെ അത് തൊടാൻ പറ്റില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാനൊന്ന് ഫ്രീ ആവും. എന്നാൽ ഇയാൾ കോടതിയിൽ വന്ന് സാക്ഷി പറയും. എന്റെ നമ്പർ അറിയോ? സോറി, ആ കാർഡ് ഞാൻ എവിടെ വെച്ചെന്നറിയില്ല. നമ്പർ ഞാൻ പറയാം. കോടതിയിൽ ഹാജരാക്കാനുള്ള അടിയന്തര സത്വര നടപടി കൈക്കൊള്ളും. എത്രയും പെട്ടെന്ന് അഡ്വക്കേറ്റ് ദീപക് കൊണ്ടുപോകും. വക്കീൽ മുഖാന്തരം ചെയ്യുന്നതാണെങ്കിലും സ്റ്റേറ്റിന്റെ കുട്ടിയുടെ അച്ഛൻ തന്നെയാണെന്നത് പ്രശ്നത്തിന്റെ ഗൗരവം കൂട്ടും. ഇക്കണ്ട ഇടിമുഴുവൻ പൊട്ടിച്ചു താൻ ജീവനോടെ ഇരിക്കുന്ന അതിശയം തന്നെ. ശരീരത്തിന് ഒരു മുറിവോ പൂർണ്ണമില്ല എന്ന് വെച്ചാൽ അത്രകൻ വിദഗ്ധനാണ്. ഇത്രയും ക്രൂരമായ ഒരു ചോദ്യം ചെയ്യൽ കോടതിയിൽ മുമ്പ് കണ്ടിട്ടേയില്ല. സത്യം പറയിപ്പിക്കാനാണെങ്കിൽ ഇത്ര നിഷ്ഠൂരവും നിർഭയവുമായി ഇയാളെ വേദ്യം ചെയ്ത ഈ വീഡിയോയിൽ കണ്ടാകുന്ന പേരിൽ കേസെടുക്കാൻ ഈ കോടതി നിർദ്ദേശിക്കുന്നു.